3 പേരെ ക്രിസ്തുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് അതിവേഗം ഓടി ചെല്ലുന്ന രംഗം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. 3 പേരും ഓടിയത് ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയാണ്. എന്നാൽ 3 പേരും അവിടെ എത്തുമ്പോൾ അവർ കാണുന്ന കാഴ്ച കല്ലറയ്ക്കുള്ളിൽ ക്രിസ്തുവില്ല, കല്ലറ തുറന്നു കിടക്കുന്ന രംഗമാണ്. ഇതിൽ 2 പേരെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു, പത്രോസും മറ്റൊരു ശിഷ്യനും. എന്നാൽ ഒരാൾ അവിടെ അവശേഷിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആരാണ്? മഗ്ദലനക്കാരി മറിയം. മഗ്ദലനക്കാരി മറിയം മാത്രം ആ ശവക്കല്ലറയുടെ വാതിക്കൽ നിന്നു. 2 പേരെ ക്രിസ്തുവിനെ കാണാതെ അവിടെ ക്രിസ്തുവില്ല, അല്ലെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് കരുതി അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ മഗ്ദലനക്കാരത്തി മറിയം മാത്രം അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രംഗവും നമ്മളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. എന്നാൽ നമുക്ക് കാണാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഗ്ദലനക്കാരി മറിയത്തിൻ്റെ പിന്നിൽ ക്രിസ്തു വന്ന് മറിയമെന്ന് അവളെ വിളിക്കുകയും ക്രിസ്തുവിനെ കാണാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിക്കുന്നതായി നമ്മളവിടെ കാണുകയും ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യമായി കാണാൻ ഭാഗ്യം ലഭിച്ചത് മഗ്ദലനക്കാരി മറിയത്തിനായിരുന്നു. എന്തുകൊണ്ട് മറ്റ് 2 പേർക്ക് കാണാൻ സാധിക്കാത്തത് മഗ്ദലനക്കാരി മറിയത്തിന് മാത്രം കാണാൻ സാധിച്ചു? അവൾ അവിടെ ക്രിസ്തുവിനെ കാത്തിരുന്നു. അത്രയേറെ അടിയുറച്ച വിശ്വാസം അവിടെ ഉള്ളിലുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് നിന്ന അവളെ ക്രിസ്തു പേര് ചൊല്ലി വിളിക്കുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത് പലപ്പോഴും കാത്തിരിക്കാൻ, ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് പലർക്കും സാധിക്കാതെ പോകുന്നത് തന്നെയാണ് എന്ന് മഗ്ദലനക്കാരത്തി മറിയം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവളവിടെ കാത്തിരുന്നത് കൊണ്ടാണ് അവിടെ അടുത്തേക്ക് അവൾ കരഞ്ഞുകൊണ്ട് കാത്തിരുന്നു. അപ്പോഴാണ് ക്രിസ്തു അവിടെ പിന്നിൽ വന്ന് അവളെ പേര് ചൊല്ലി വിളിക്കുന്നതായി നമ്മൾ കാണുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ ആരൊക്കെ, എവിടെയൊക്കെ, എപ്പോഴൊക്കെ, എങ്ങനെയൊക്കെ, ഏതൊക്കെ നേരത്ത് ക്രിസ്തുവിനെ കാത്തിരുന്നിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സക്കേവൂസ് മരത്തിൻ്റെ മുകളിൽ കാത്തിരുന്നു, ബർത്തിമായി തെരുവീതിയിൽ കാത്തിരുന്നു, രക്തസ്രാവക്കാരി തെരുവീതിയിൽ കാത്തിരുന്നു. അങ്ങനെ അനേകരുടെ ചരിത്രം കാത്തിരുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് ക്രിസ്തു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് നമ്മളും കാണുന്നുണ്ട്. ഈ ഉയർപ്പ് ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകാം, വിശ്വസിക്കുന്നവരാകാം. ഒപ്പം കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ മഗ്ദലനക്കാരി മറിയത്തിന് കാണാൻ സാധിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ നാളുകളിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. അങ്ങനെ ക്രിസ്തുവിനെ കാണാനുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.